ഹലോ വെൽക്കം ടു കുക്കു. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നല്ല മഞ്ചിഷ്ട ഓയിൽ ഇൻ ട്രഡീഷണൽ വേ. ഓക്കെ, സോ അത് നമ്മൾ സാധാരണ ഈ സാധനങ്ങളൊക്കെ കുറുക്കുന്നത് എല്ലാവരും വെള്ളത്തിലാണ്. അതിന് കണക്കെടുത്തിട്ട് അതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കുറുക്കുക. പക്ഷെ ഞാൻ കുറച്ച് ഡിഫറെൻ്റായിട്ട് നമുക്കത് പാലിൽ കുറുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ. നല്ല കറന്ന പശുവിൻ്റെ സൊസൈറ്റിയിൽ പോയിട്ട് വാങ്ങിച്ചതല്ല, നമ്മളിവിടെ അടുത്ത് തന്നെ പശുവിനെ കറക്കുന്ന അവരുണ്ട്, അവരടുത്തുനിന്ന് വാങ്ങിച്ചാണത്. ഇവിടെ 1 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പാലിലാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം കുറുക്കാൻ പോകുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ഐറ്റംസ്. ഇത് മഞ്ചിഷ്ട, ഇത് മഞ്ഞൾ. ഈ മഞ്ഞൾ കഷ്ണം നമ്മൾ പൊടിച്ച് എടുത്തതാണ്. പൊടിച്ച് നമ്മൾ എന്താ പറയുക, മിക്സിയിലിട്ട് മഞ്ഞൾ ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാണ്. പിന്നെ ഇവിടെ ഇരട്ടിപ്പത്തിരത്തിൻ്റെ പൊടിയുണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അടുപ്പ് എത്തിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്യണേ. നമ്മളിവിടെ ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ആദ്യം നമുക്ക് മെയിനായിട്ട് നമ്മളെ മഞ്ചിഷ്ട ഇടാം. മഞ്ചിഷ്ട ഇതിപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടി ഇതിപ്പോൾ വലുതായിട്ടായിരിക്കും എന്താ പറയുക കിട്ടുന്നത്. അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചതാണ്. ഇത് പിന്നെ മഞ്ഞൾ, നമ്മളതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്കിത് എന്താ പറയുക, വെള്ളം തൊടാനേ പാടില്ല, അതിൽ വെള്ളം പെടാൻ പാടില്ല. വെള്ളം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ പാകത്തിന് കിട്ടില്ല. അപ്പം ഇത് 1 ലിറ്റർ നമ്മൾ കുറുക്കി അതിനൊരു 1/2 ലിറ്റർ ആക്കണം. കാണാൻ നല്ല രസമല്ലേ? അപ്പം ഇത് കുറുക്കാം കേട്ടോ. ഇതായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. കുറുക്കാണ്. ഇതിപ്പോൾ എത്ര നേരം കുറുക്കണം എന്നുള്ളൊരു കണക്കില്ല, നമുക്ക് ഇതിൻ്റെ പകുതിയിലേക്ക് പരുവമായിട്ട് വരണം. അപ്പം നമ്മളത് വരെ ഓയിലിപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കണ്ടോ, ഇതിൽ എണ്ണ വയ്ക്കുമ്പോൾ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് പിടിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിനകത്തിട്ടുള്ള സാധനങ്ങളും പാലും എല്ലാം കൂടെ തനിയെ വന്ന് എണ്ണ മാത്രമായിട്ട് മേലെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട ഓയിൽ. നിങ്ങൾക്ക് അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം. നല്ല ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ല മണമാണതിന്. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ മണം. പിന്നെ എന്താ പറയുക, കൂടുതലായിട്ട് ഇതിൽ ഇട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പം നമ്മളിങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതങ്ങനെ തന്നെ ആറിയ ശേഷം അരിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കതിൻ്റെ ഇത് കിട്ടും. ഓക്കെ, താങ്ക് യു. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മഞ്ചിഷ്ട ഓയിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് ഇങ്ങനെ ഈ ആട്ടുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെ കളർ എന്താണെന്ന് കണ്ടോ. നല്ല ഒരു പ്യാർ എന്താ പറയുക, കളർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു റെഡ് കണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ടോ, റെഡ് അല്ല, ഒരു മെറൂൺ അല്ല, ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറല്ല. സോ വോട്ടെവർ ആ മഞ്ചിഷ്ടയുടെ കളറാണ്. പക്ഷെ അത് എണ്ണയായിട്ട് വരുമ്പോൾ ആ മഞ്ചിഷ്ട നമ്മൾ നോർമലായിട്ട് കാണുന്നതിനേക്കാളും ഉള്ളൊരു കളറായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ ഒരു ഫ്രാഗ്രൻസും ആഡ് ചെയ്യുന്നില്ല. ഇതിലിട്ടിട്ടുള്ള ആയുർവേദ
മൂലികകളുടെ അതിൻ്റെ അതേ തന്നെ സ്മെല്ല് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ പിന്നെ ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ വേണം എന്നുള്ളവർക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ആഡ് ചെയ്യാണ്ട് അതിൻ്റെ തന്നെ നാച്ചുറലായിട്ടുള്ള സ്മെല്ലോട് കൂടിയാണ് ഇത് കൊടുക്കുന്നത്. സോ നമ്മുടെ കൊക്കോ മഞ്ചിഷ്ട ഓയിൽ ഇസ് റെഡി ഹിയർ ടു ഡിസ്പാച്ച്. ആവശ്യമുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കളർ കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ തന്നിട്ടുള്ള വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ടാറ്റാ.